കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ഖുറാസിൻ, നിനക്ക് ദുരിതം! ബെത്സൈദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സിദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുഭവിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സുവിശേഷം പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അനുതാപം പലപ്പോഴും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷെ നമുക്കറിയാം, സുവിശേഷത്തിലൂടെയും അല്ലെങ്കിൽ മുതിർന്നവരെ കൂടെയും പലപ്പോഴും പല കാര്യങ്ങളും നമ്മളോട് തമ്പുരാൻ പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. ആ ഒരു ദൈവിക സ്വരത്തിനെ പലപ്പോഴും നമ്മൾ കാതോർക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടേതായിട്ടുള്ള വ്യക്തി താല്പര്യം കൊണ്ട് ചിലത് നമ്മൾ സ്വീകരിക്കും, ചിലത് നമ്മൾ ഉൾക്കൊള്ളും. ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രേരണയോടുകൂടി പലപ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളും നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഓർക്കുക, അന്ന് ഈ ഒരു നഗരങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മൾ ഇക്കാലത്ത് നമുക്കറിയാം, ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളെ പോലെ ഒരു ഓർത്തഡോക്സ് നഗരങ്ങളായിരുന്നു തമ്പുരാൻ ഈ വിശേഷിപ്പിക്കുന്ന ഓരോ നഗരങ്ങളും. നമുക്കറിയാം, ക്രിസ്ത്യാനികൾ അത്രത്തോളം ആ ഒരു ഹൃദയൈക്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ആ ഒരു ഹൃദയൈക്യത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു പൂർണ്ണ അനുതാപത്തോടും കൂടി അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ തന്നെ ഒരു മാതൃകയാക്കി അവർ ജീവിക്കുമെന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ പലപ്പോഴും സംഭവിച്ചതും ആ ഒരു നഗരങ്ങളിൽ നടന്നതും അതിന് ഏറെ വിഭിന്നമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നിന്നും തമ്പുരാൻ പലപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു നഗരത്തിലുള്ള ജനങ്ങളായിട്ടല്ല, പക്ഷേ അതിനപ്പുറത്തോട്ട് നമ്മുടെ കുടുംബങ്ങളും അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി എന്ന രീതിയിലും എന്നിൽ നിന്ന് തമ്പുരാൻ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ ഒരു വിശകലനം നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ നിന്നും തമ്പുരാൻ പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ താഴ്ചകൾ എന്താണോ, ഉയർച്ചകൾ എന്താണോ, അല്ലെങ്കിൽ ഓരോ നിമിഷവും അനുതാപത്തിലേക്ക് ഞാൻ എത്തി നിൽക്കണോ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അതിനപ്പുറത്തോട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്ത് എൻ്റെ തമ്പുരാന് വേണ്ടി എന്നുള്ള കാര്യം ഓരോ നിമിഷവും നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ നഗരങ്ങളെ പറ്റി പറയുമ്പോൾ തമ്പുരാൻ നിരാശയോടുകൂടി ആ ഒരു വചനം പറഞ്ഞു വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ കാക്ഷിക്കുകയും ചെയ്തത് ആ നഗരങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിലാകുമെന്നുള്ളൊരു പ്രത്യാശയാണ്. പലപ്പോഴും നമ്മൾ ഓർക്കുക, എൻ്റെ ജീവിതം കൊണ്ട് തമ്പുരാനും നിരാശയുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരിക്കലുമില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയൈക്യത്തോടുകൂടി ഒരു മാറുമെന്ന അല്ലെങ്കിൽ ഒരു തിരുത്തൽ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമെന്നുള്ള തീരുമാനത്തിലാണ്. ഓരോ നിമിഷവും നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യം അതാണ്. ഓരോ നിമിഷവും നമ്മൾ പാപങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. എടുക്കുക എന്നത് നമ്മുടെ ആയിരിക്കാം, പക്ഷേ ആ ഒരു തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നത് തമ്പുരാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എപ്പോഴും ഓർക്കുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പക്ഷേ ഞങ്ങൾ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന കാര്യ സമയത്ത് ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അതിന് കൂട്ടിച്ചേർത്തിരുന്നൊരു കാര്യമുണ്ട്. എന്ത് ക്രിസ്തു ഈ ഒരു നിമിഷത്തിൽ ഈ സാഹചര്യത്തിൽ ചെയ്യുമായിരുന്നു. നമ്മളും എപ്പോഴും ഏത് തീരുമാനമെടുക്കുമ്പോഴും ദൈവാശ്രയത്തോടു കൂടി ഓരോ നിമിഷമായിരിക്കുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് എൻ്റെ ഈശോ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് വേണ്ടി ചെയ്യും, എന്ത് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഈ ഒരു നിമിഷത്തിൽ ഉൾക്കൊള്ളും. ഓരോ നിമിഷവും ഓരോ സാഹചര്യത്തിലും ഓരോ പ്രാവശ്യവും നമ്മൾ പല ആവർത്തി പല പാപത്തിൽ വീണു പോകുമ്പോഴും അല്ലെങ്കിൽ പല സാഹചര്യത്തിലാകുമ്പോഴും നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഓരോ നിമിഷവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴും
ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളാകുമ്പോഴും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആശ്രയം വയ്ക്കുകയും ചെയ്യുന്നത് തമ്പുരാനിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതവും അവൻ്റെ പ്രതീക്ഷയിൽ ഓരോ നിമിഷവും മുന്നേറാനുള്ളൊരു കൃപ തരടയും നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യാം. ഒപ്പം വചനം പറയുന്നത് പോലെ നിരാശയോടുകൂടിയല്ല, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാനും അവിടുത്തെ ആശ്രയത്തിൽ ഓരോ നിമിഷവുമായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അന്ന് ആ നഗരങ്ങളെ വിളിച്ച് നിരാശയിൽ തമ്പുരാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് തമ്പുരാൻ നിരാശയിലേക്ക് പോകരുത് എന്നുള്ള തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാം. കാരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഞാൻ ജീവിക്കുകയാണോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താം. ഒപ്പം ഓരോ നിമിഷവും ദൈവാശ്രയത്തോടു കൂടിയും തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ജീവിച്ച് മുന്നേറാനും നമുക്ക് ഓരോ നിമിഷവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.